ഹായ് ഡിയേഴ്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ ഈ കുറച്ച് കാര്യം പറയാമെന്ന് വെച്ചു. സാധാരണ ഞാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ പറഞ്ഞു പോകുമ്പോൾ ഇതും കൂടി പറയാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ അത് ഒന്ന് ഓർത്തു, അതൊന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഇതിൽ ക്വസ്റ്റ്യൻ ഇതാണ്: EWS കാറ്റഗറിയാണ്, മെറിറ്റിൽ ഉൾപ്പെടുത്തുകയില്ലേ എന്നാണ് ചോദിച്ചേക്കണത്. EWS സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് കിട്ടത്തുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും നമ്മളെ ആദ്യം നമ്മുടെ ഓപ്ഷൻസിൽ പരിഗണിക്കുന്നത് ഒരു റിസർവേഷനും ഇല്ലാതെ നമ്മൾക്ക് തരാനാണ്. അതായത് എല്ലാ കുട്ടികളുടെയും അവരുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട്, അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് സ്റ്റേറ്റ് മെറിറ്റിൽ പരിഗണിച്ചിട്ടാണ് പിന്നീട് റിസർവേഷൻ നോക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ CET ട്രിവാൻഡ്രം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ CET ട്രിവാൻഡ്രം നമ്മുടെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മളുടെ റാങ്ക് നോക്കിയിട്ട് ജനറൽ മെറിറ്റിൽ അവിടെ തരാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ തരാൻ പറ്റുമോ എന്ന് നോക്കും. അങ്ങനെ സ്റ്റേറ്റ് മെറിറ്റിൽ തരാൻ പറ്റില്ലെങ്കിൽ റിസർവേഷനിലേക്ക് വരും. ഇപ്പോൾ ചിലവർക്ക് ഒന്നിലധികം റിസർവേഷൻ ഉണ്ടാവും. ഇപ്പോൾ EWS ഉണ്ടാവാം, പിന്നെ എക്സ് സർവീസ്മാൻ പോലുള്ള സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ കീമിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എത്ര റിസർവേഷൻ ഉണ്ടോ, അത് കിട്ടാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ, അതെല്ലാം കൊടുക്കുക എന്നുള്ളത്. കാരണം എല്ലാ റിസർവേഷനിലും നമ്മളെ പരിഗണിക്കും. ഇപ്പോൾ ആദ്യം എടുക്കുക ചിലപ്പോൾ EWS ആയിരിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവേഷൻ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് നോക്കും. അതിൽ തരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത റിസർവേഷനിലും, ഇപ്പോൾ EWS പരിഗണിക്കുകയാണെങ്കിൽ അടുത്ത സ്പെഷ്യൽ റിസർവേഷൻ എക്സ് സർവീസ്മാൻ എന്നുള്ളതിലേക്ക് പോകും. അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയുന്ന ഏതിനാണോ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട്, അവിടെ റാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, തരാൻ പറ്റുക അതിലേക്കായിരിക്കും നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടണത്. മനസ്സിലാവുണ്ടോ? അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കോട്ടോ, നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഈ ഒന്നാമത്തെ റാങ്കുകാരന് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ റാങ്കുകാരന് ചിലപ്പോൾ കീമിൽ തന്നെ അലോട്ട്മെൻറ്റ് എടുക്കണം എന്നില്ല. അപ്പോൾ ആദ്യത്തെ റാങ്ക് അലോട്ട് ചെയ്ത് വന്നേക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിലായിരിക്കും. ഒരു പക്ഷേ അദ്ദേഹത്തിന് വേറെ റിസർവേഷൻസ് ഉണ്ടാവാം, പക്ഷേ അദ്ദേഹത്തിന് ആ ഓപ്ഷനും അദ്ദേഹത്തിൻ്റെ റാങ്കും എടുക്കുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാനുള്ള അർഹത ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ എപ്പോഴും ആദ്യം പരിഗണിക്കുക റിസർവേഷൻ ഒന്നും ഇല്ലാതെ സ്റ്റേറ്റ് മെറിറ്റിലാണ്. അപ്പോൾ നിങ്ങൾ EWS ആണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ് സർവീസ്മാൻ ആണ്, അല്ലെങ്കിൽ OBC NCL ആണ്, അല്ലെങ്കിൽ SC ST ആണ് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാനുള്ളൊരു ചാൻസ് ഇല്ലാതാവുന്നില്ല. എപ്പോഴും അതിലും നിങ്ങളെ പരിഗണിക്കും. അതിൽ കിട്ടാനുള്ള ചാൻസ് ഇല്ലെങ്കിൽ ഈ പറയുന്ന റിസർവേഷൻസിലും നിങ്ങളെ നോക്കും. എന്നിട്ടാണ് ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ ഇതിലൊന്നിലും തരാൻ പറ്റില്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകും, അതിന് നോക്കും. അതിൽ തരാൻ പറ്റുവാണെങ്കിൽ അതിൽ അലോട്ട് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകും. അങ്ങനെയാണ് നമുക്ക് അലോട്ട്മെൻറ്റ് വരുന്നത് കേട്ടോ. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ വേണമെങ്കിൽ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.